Hello. Welcome to Market Discussion of the Day. Today, February 9, 2025-26 മൺഡേ ആണ്. പുതിയൊരു വീക്കാണ്. അത് മാത്രമല്ല നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 8:30 മണിക്കാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാ ദിവസവും 7 ദിവസത്തെ കോഴ്സായിരിക്കും. എല്ലാ ദിവസവും കയറാൻ പറ്റും എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് വരുമ്പോൾ വീക്കെൻഡിൽ ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. സോ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം US-ഉം ഇറാനും തമ്മിലുള്ള ഒരു മീറ്റിംഗ് തന്നെയാണ്, അല്ലേ? സോ ഒരു ഫുൾ സ്കെയിൽ റീജിയണൽ വാറിലോട്ട് പോകാതിരിക്കാനായിട്ടും ന്യൂക്ലിയർ എന്താ പറയുക വെപ്പൺസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ഒക്കെ ആയിരുന്നു അവിടെ നടന്നത്. സോ ബേസിക്കലി നമ്മളുടെ സ്റ്റീവ് വിക്കോഫ്, നമ്മൾ സ്പെഷ്യൽ എൻവോയ് ഫ്രം US, അതേപോലെ തന്നെ ജെറാഡ് കുഷ്നർ എന്ന് പറഞ്ഞിട്ടുള്ള US ഒഫീഷ്യലും, അതേപോലെ തന്നെ നമ്മളുടെ ഇറാനിലെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അർച്ചാക്കിയുമായിട്ടാണ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായത്. സോ ബേസിക്കലി അതൊരു നല്ലൊരു സ്റ്റാർട്ടായിട്ടാണ് പറഞ്ഞ് വരുന്നത്. ആ ഒരു മീറ്റിങ്ങിനെ നല്ലൊരു സ്റ്റാർട്ടായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. സോ രണ്ട് ടീംസും എഗ്രി ചെയ്തു ഒരു വീക്കിനുള്ളിൽ വീണ്ടും മീറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനകത്ത് അവർ രണ്ടുപേരും എഗ്രി ആയി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ന്യൂക്ലിയർ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇത് എങ്ങനെ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡിലുള്ള പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ്ങർ ടേമിൽ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇന്ന് രാവിലെ മാർക്കറ്റ് തുടങ്ങിയ മുതൽ 5000 മുകളിലാണ് മാർക്കറ്റ് ഉണ്ടായത്. അത് ശരി തന്നെയാണ്. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരു ന്യൂസുകളും ഗോൾഡിൻ്റെ അകത്തുള്ള പ്രഷർ കൂട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള മീറ്റിംഗ് അബുദാബിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും സെയിം US എന്നുള്ള ഒഫീഷ്യൽ സ്റ്റീവ് വിക്കോഫ് തന്നെയായിരുന്നു. അതേപോലെ യുക്രൈൻ്റെയും റഷ്യയുടെയും ഒരു ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. സോ മേജറായിട്ടുള്ള നല്ലൊരു രീതിയിലുള്ളൊരു മീറ്റിംഗാണ് അവിടെയും നടന്നിട്ടുണ്ടായത്. ഓൾമോസ്റ്റ് 157 പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. അതായത് 314 പേര് ഓൾമോസ്റ്റ് മോചിതരായി ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ സീസ് ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു എന്താ പറയുക, നല്ല ഒരു പോസിറ്റീവ് കാര്യമാണ് ഈ ഒരു റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ആ ഒരു വാർ എൻഡ് ആവുന്നതിൻ്റെ കാര്യം വെച്ചിട്ട് നോക്കുമ്പോൾ അതും ഗോൾഡിനകത്തുള്ള പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു, നമ്മളുടെ എലക്ഷൻ ആയിരുന്നു, ജപ്പാനിൽ എലക്ഷൻ ആയിരുന്നു. ഇലക്ഷനിൽ പുതിയ പ്രൈം മിനിസ്റ്റർ ചാർജ് എടുത്തു. സനായി ടെക്കാച്ചി എന്ന് പറഞ്ഞിട്ട് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറാണ് വിജയിച്ചത്. അവിടെ പുള്ളിക്കാരത്തി തന്നെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇവിടെ പ്രൈം മിനിസ്റ്ററായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 465 സീറ്റുകളിൽ 316 സീറ്റും പുള്ളിക്കാരത്തി വിജയിച്ചു. അത് ഏറ്റവും വലിയ പെർഫോമൻസ് 1955 ശേഷമുള്ള ഏറ്റവും വലിയൊരു പെർഫോമൻസ് ആയിട്ടാണ് അത് കാണുന്നത്. ഒരു സൂപ്പർ മെജോറിറ്റി ആയിട്ടാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ഇത് USD JPYയെ സ്ട്രെങ്തൻ ആക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. സോ സപ്പോസ് ചിലപ്പോൾ നമ്മുടെ USD JPY ഒറ്റയടിക്ക് 160-165 ലെവലിലോട്ടൊക്കെ പോയേക്കാം എന്നുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുക. ഇവിടുന്ന് ബൈ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ പെട്ടെന്നായിരിക്കത്തില്ല ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ ഒന്ന് തിരിച്ച് പോയിട്ട് 154 ടച്ച് ചെയ്തിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. നമുക്ക് ബെറ്റർ പ്രൈസിൽ വാങ്ങുന്നത് തന്നെയല്ലേ ബെറ്റർ, അല്ലേ? സോ അതുമാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാഷ് എഫക്റ്റ് എന്ന് പറയുന്ന പുതിയ ഫെഡറൽ ചെയർമാൻ, നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത കെവിൻ വാഷ് പുതിയ നമ്മുടെ ഫെഡറൽ ചെയർമാൻ ആകുമ്പോൾ ഉറപ്പായിട്ടും പുള്ളിക്കാരൻ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അത് ബേസിക്കലി US ഡോളറിനെ സ്ട്രെങ്തൻ ആക്കും എന്നുള്ള കുറേ കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഇതും ഗോൾഡിനെ താഴോട്ട് കൊണ്ടുപോവുകയാണ്, ഗോൾഡിൻ്റെ എഫക്റ്റ് താഴോട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്.
ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ ബേസിക്കലി ഈ നടന്നിട്ടുള്ള ന്യൂസുകളെല്ലാം ഗോൾഡിനകത്ത് പ്രഷർ കുറയ്ക്കുകയും US ഡോളറിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് വീക്കെൻഡിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ. ചുമ്മാ കണ്ണും പൂട്ടി ചുമ്മാ ബൈ ഒന്നും ചെയ്ത് കളയരുത്. ഗോൾഡിൽ ഒറ്റയടിക്കൊക്കെ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും അതിനായിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളാണ് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് അല്ലേ. സോ നമ്മളിത് എന്താ പറയുക, നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പറഞ്ഞു പോയതെങ്കിൽ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇന്ന് എന്താണ്, നമ്മൾ ഇന്നൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ വീക്കെൻഡിൽ ഉണ്ടായിട്ടുള്ള ന്യൂസുകളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് മാത്രമല്ല, US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിൽ ഹൈ വോളറ്റാലിറ്റി ഉണ്ടാവും. എന്തെങ്കിലും പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകാം. ഇതെല്ലാം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. നാളെ നമുക്ക് ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്ക് കോർ റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് നാളെയാണ്. നാളെ നമ്മൾ US ടൈമിങ്ങിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോകുന്നു. റീറ്റെയിൽ സെയിൽസിൻ്റെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ ബേസിക്കലി US സെഷന് മുന്നേ ആയിട്ട് ട്രേഡ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഫെബ്രുവരി 11 തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി 11 നമുക്ക് ടുമോറോ അല്ല, അതിൻ്റെ പിറ്റേന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുധനാഴ്ച ആണ് നമ്മളുടെ നോൺ ഫാം പേറോൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നോൺ ഫാം പേറോൾ നടന്നിട്ടില്ലായിരുന്നു. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നടക്കാഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ചയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് നോൺ ഫാം പേറോൾ മാറ്റി വെച്ചു, അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. അത് ഈ ബുധനാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. വൈകുന്നേരം 7 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. ബുധനാഴ്ച വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടൊക്കെ മാറി നിൽക്കുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇത് നമുക്ക് ബുധനാഴ്ചത്തെ ന്യൂസ് നമുക്ക്. അപ്പോൾ ഈ ആഴ്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത് ബുധനാഴ്ചയാണ്, വെനസ്ഡേ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് രാവിലെ 12:30 തന്നെ GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. GBPയെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒരു രാവിലത്തേക്ക് മുന്നേ ആയിട്ട് GBPന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇനി ഈ ന്യൂസ് വന്നതിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം GBPയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യം കൂടെയാണ്. ഓക്കെ, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് അല്ലേ, അതും ന്യൂസ് വരുന്നുണ്ട്. രാത്രി 7 മണിക്കാണ് ന്യൂസ് വരുന്നത്. അത് ഗോൾഡിൻ്റെ മാർക്കറ്റിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഫ്രൈഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് വൈകുന്നേരം 7 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ന്യൂസാണ്. അത് ഗോൾഡിൻ്റെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ബേസിക്കലി ഈ ആഴ്ച ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ചൊവ്വാഴ്ചയും ബുധനാഴ്ച നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, സോ അത് കെയർഫുള്ളായിട്ട് മാത്രം കൈകാര്യം ചെയ്യുക. എല്ലാ ദിവസവും വ്യാഴവും വെള്ളിയും നമുക്ക് ന്യൂസ് ഉണ്ട്, പക്ഷേ അത് ഭയങ്കരമായ ഒരു ഡയറക്ഷണൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ലാത്ത ന്യൂസാണ് എക്കണോമിക് കലണ്ടറിൽ നിന്ന് വരുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഏത് വിധേനയും എന്ത് ന്യൂസ് വേണമെങ്കിലും വരാം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിലോട്ട് എടുത്ത് ചാടാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ USD/JPYയിലോട്ട് തന്നെ പോവാം. USD/JPY ഓൾമോസ്റ്റ് 157.51 ആയിരുന്നു പോയത്. സ്റ്റാർട്ട് ചെയ്ത് 157.64 വരെയൊക്കെ ഇന്ന് മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേഞ്ചൊക്കെ 156.394 നിൽക്കുന്നു. സോ ബേസിക്കലി 156.30 ഈ ഒരു ലെവലിൽ നിന്നൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട്
തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇല്ലാത്ത പക്ഷം നമുക്ക് ഒന്നും കൂടെ നല്ലൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് 156 അവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറപ്പായിട്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 154.30 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ 157.20 അവിടെയെങ്കിലും നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് USD JPY എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ GBP USDയിലോട്ട് പോകുമ്പോൾ GBP USD ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.36211 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ 1.3600 അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ നമുക്കൊരു ബെറ്റർ എൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ്ങർ ടേമിലോട്ട് നിങ്ങൾ GBP USD പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എൻട്രി എന്ന് പറയുന്നത് 1.3500 തന്നെയാണ്. ഓക്കെ, സോ 1.3500 അവിടെ നിന്നുള്ളൊരു ബൈ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള GBPയിലുള്ള എൻട്രി എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഒരു ടോട്ടൽ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3530 to 1.3680 വരെയാണ് നമ്മളുടെ ഇന്നത്തെ റേഞ്ച് വരുന്നത്. ഓക്കെ, പ്രൈസ് എന്താ പറയുക 1.3600 ഹോൾഡ് ചെയ്തില്ല എങ്കിൽ അടുത്തൊരു മൂവ്മെൻറ്റ് 1.3600 ഹോൾഡ് ചെയ്തില്ല എങ്കിൽ അടുത്തൊരു പ്രൈസ് വരാൻ പോകുന്നത് 1.3530 ആയിരിക്കും. ഓക്കെ, സോ അവിടെ നിന്നുള്ളൊരു ബൈ ഇൻട്രാഡേ ഇന്നത്തെ ദിവസം മാത്രമാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 1.3600 നിങ്ങൾക്ക് ഒരു ബൈ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, 1.3530 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, ഇല്ലാത്ത പക്ഷം നമുക്ക് 1.3530 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോ USDയിലോട്ട് വരാം. യൂറോ USD ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോ USD 1.1848 നിൽക്കുന്നു. പ്രത്യേകിച്ച് ഒരു അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് എന്ന് പറയാറായിട്ടില്ല. സപ്പോർട്ട് 1.1800 തന്നെയാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉള്ളത്. 1.1800 അവിടുന്ന് ബൈ ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് അല്ലേ. 1.1800 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ ആഴ്ച പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.1740 താഴെ സ്റ്റോപ്പ് ലോസ് ഇടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാർക്കൊക്കെ ഓൾമോസ്റ്റ് 500 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യുക, അത് നിങ്ങൾ 1:1.5 റേഷ്യോയിലാണ് നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കുക. നിങ്ങൾ നോക്കാതിരിക്കുക. ടേക്ക് പ്രോഫിറ്റ് ഹിറ്റാവുമ്പം ഹിറ്റാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഇത് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയാണ് 1.1800 ഒരു ബൈ എൻട്രി അല്ലേ. സോ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതേവരെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അതെന്തായാലും നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1:2 റേഷ്യോയിലൊന്നും ടേക്ക് പ്രോഫിറ്റ് വെക്കണമെന്നില്ല. 1:1.5 റേഷ്യോ ബേസിക്കലി 60 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് 90 പിപ്പിൻ്റെ ടേക്ക് പ്രോഫിറ്റ്, അതായത് 1.1890 അവിടെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് നമ്മുടെ യൂറോ USDയിൽ. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5044 എന്നുള്ളൊരു റേഞ്ചിലാണ്. സോ 5040 എന്ന് പറയുന്ന അല്ലെങ്കിൽ 45 എന്ന് പറയുന്ന ഈ ഒരു സോൺ ഒരു റെസിസ്റ്റൻസ് സോണാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ നമുക്കൊരു ബെറ്റർ എൻട്രി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോൺ എന്താ പറയുക, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി നമുക്ക് ബൈയിങ് സോൺ എന്ന് പറയുന്നത് 4960-65 റേഞ്ചാണ്. ഓക്കെ, സോ അവിടെയൊക്കെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 5035 റേഞ്ചിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ 4930 താഴോട്ട് മാർക്കറ്റ് പോവുകയാണ് എങ്കിൽ 4930 പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ. ഓക്കെ, സോ അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് വി ക്യാൻ സീ ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് ടുവേർഡ്സ് 4830. അത് ഇന്ന് തന്നെ വേണമെങ്കിൽ സംഭവിക്കാം കേട്ടോ. ഓക്കെ, സോ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഒരു കാരണവശാലും റിസ്ക് മാനേജ് ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡിനകത്തോട്ട് ഇറങ്ങാതിരിക്കുക. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ഇത്രയും ഇഷ്യൂസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, ഇത്രയും വലിയ ഇഷ്യൂസൊക്കെ നടക്കാനായിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈവൻ നമുക്ക് നല്ല രീതിയിൽ റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അവിടുത്തെ പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഇറാനും US തമ്മിലുള്ളൊരു മീറ്റിങ്ങിനെ കുറിച്ച്
കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഗോൾഡിൻ്റെ പ്രൈസിനെ താഴോട്ട് കൊണ്ടുപോകുന്ന കുറേ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ഗോൾഡിൽ ബൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതലും കറൻസീസിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, സോ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ഇവിടെ നമുക്ക് ബൈ സെൽ സിഗ്നൽ തരുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഇവിടെയും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണ്ട എന്നല്ല, ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ പോകണം. പക്ഷേ അത്യാവശ്യം നമുക്കൊരു $10 to $15 പ്രോഫിറ്റ് എടുത്ത് മാറാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടെയാണ്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ടാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറയാറുള്ള കാര്യം, നമ്മളുടെ USD, നമ്മളുടെ GBPയിലും അതേപോലെ JPYയിലും ഒക്കെ ലോങ്ങർ ടേമിലുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് വരാനായിട്ട് കിടക്കുന്നു. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കണം. ഓക്കെ, അതെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഒരു എന്താ പറയുക, ഒരു ബോണസ് പ്രോഗ്രാം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ $1,000 50% ബോണസ്. 1000 ഇടുന്ന ആൾക്ക് $1,500 ട്രേഡ് ചെയ്യാം. അതിൽ കൂടുതൽ എത്രയൊക്കെ പൈസ ഇടുന്നു, എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ്, എപ്പോഴൊക്കെ 20% ബോണസും കമ്പനി കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1,000 100% ബോണസ്. 1000 ഇടുന്ന ആൾക്കാർ $2,000 ട്രേഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് ആണെങ്കിലും 20% പ്രോഫിറ്റ് ബോണസ് ആരെയും കൊടുക്കുന്നത്. സോ ഈ ഒരു ബോണസ് ഓഫർ എത്രയും പെട്ടെന്ന് എടുത്ത് നിങ്ങൾ ലോങ്ങർ ടേമിലോട്ടുള്ള പൊസിഷൻ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രോക്കറിൽ ട്രേഡ് ചെയ്യണം. ആ ബോണസ് എമൗണ്ട് നമുക്ക് ലോങ്ങർ ടേമിൽ GBP USD, Euro USD അല്ലെങ്കിൽ USD JPYയിലൊക്കെ നമുക്ക് കൊടുക്കാം എന്ന് ഉള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ബ്രോക്കറിൽ, അതായത് നമ്മുടെ സ്റ്റാർ ട്രേഡർ ബ്രോക്കറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഞാൻ ബാക്കി കാര്യങ്ങൾ വീണ്ടും കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എടുക്കുന്ന താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ്ലി എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലെങ്കിൽ എൻ്റെ കോഴ്സിനകത്തുള്ള 4ാമത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.